2026 ഫെബ്രുവരി മാസം 24 രാവിലെ ലക്നൌവിലെ ആഷിയാന എന്ന പ്രദേശത്തിലെ എൽ സെക്ടറിലെ ഒരു വീട്ടിൽ പോലീസ് എത്തുന്നു. ആ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഒരു നീല നിറത്തിലുള്ള ഡ്രം കണ്ടെത്തുന്നു. ആ ബ്ലൂ ഡ്രം കണ്ടതോടെ എല്ലാവർക്കും മീറത്തിലെ മുസ്കാൻ കേസ് ഓർമ്മ വരുന്നു. എന്നാൽ ഈ കേസ് പല കാര്യങ്ങളിലും അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. പക്ഷെ അതിന്റെ ഭീകരതയിൽ ഒട്ടും കുറവില്ലായിരുന്നു. ഫെബ്രുവരി മാസം 24 ഈ കേസ് മുഴുവനായും പുറത്തു വന്നപ്പോൾ സത്യം കേട്ട പലരുടെയും ശരീരത്തിൽ രോമാഞ്ചമുയർന്നു. ഒരാൾക്ക് ഇത്രയും സൂക്ഷ്മമായി പ്ലാൻ ചെയ്യാൻ കഴിയുമോ? ഒരു മൃതദേഹത്തിനോടൊപ്പം ഒരേ വീട്ടിൽ 4 ദിവസം കഴിയാനാകുമോ? ഈ ചോദ്യമായിരുന്നു എല്ലാവരുടെയും മനസ്സിനുള്ളിൽ. ഈ മുഴുവൻ സംഭവത്തിന്റെയും തുടക്കം ഏകദേശം 9 വർഷങ്ങൾക്ക് മുൻപാണ്. ലക്നൌവിലെ അതേ ആഷിയാന ഏരിയയിലെ എൽ സെക്ടറിൽ ഒരു കുടുംബം താമസിച്ചിരുന്നു. ഒരു ഭർത്താവും ഭാര്യയും അവരുടെ 3 മക്കളും, 2 ആൺമക്കളും 1 മകളും. ഭർത്താവിന്റെ പേര് മൻവേന്ദ്ര സിംഗ്. വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം. നല്ല വരുമാനം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് 4 പാത്തോളജി ലാബുകളും 3 മദ്യവിൽപ്പന കടകളും ഉണ്ടായിരുന്നു. എന്നാൽ ഏകദേശം 9 വർഷങ്ങൾക്ക് മുൻപ് മൻവേന്ദ്ര സിംഗിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഇടയിൽ വലിയൊരു തർക്കമുണ്ടായി. ആ തർക്കം അത്രയും കടുത്തതായി തീർന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. കുടുംബത്തിനും പ്രത്യേകിച്ച് മൻവേന്ദ്രയ്ക്കും അത് വലിയ ദുഃഖകരമായ സമയമായിരുന്നു. ബന്ധുക്കളും അയൽക്കാരും എല്ലാം അദ്ദേഹത്തോട് വന്ന് വീണ്ടും വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. 3 മക്കളുണ്ടല്ലോ, ആരെങ്കിലും വന്നാൽ അവരെ നോക്കാൻ സഹായിക്കുമല്ലോ എന്നായിരുന്നു അവരുടെ അഭിപ്രായം. പക്ഷേ മൻവേന്ദ്രയ്ക്ക് അത് ശരിയായ തീരുമാനം പോലെ തോന്നിയില്ല. മറ്റൊരാൾ വീട്ടിലേക്ക് വന്നാൽ അവരുടെ മക്കൾക്ക് ഒരു അമ്മയുടേതുപോലുള്ള സ്നേഹം നൽകാൻ ഒരിക്കലും കഴിയില്ല എന്നായിരുന്നു മൻവേന്ദ്രയുടെ ഒരു ചിന്ത. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും വിവാഹം കഴിക്കാതെ തന്നെ കുട്ടികളെ വളർത്താനും ബിസിനസ്സിൽ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തീരുമാനിച്ചു. മൻവേന്ദ്രയ്ക്കും അദ്ദേഹത്തിന്റെ സഹോദരനും നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു. അവരുടെ വീടിന് തന്നെ കോടികൾ വില വരും. 4 നിലയുള്ള വലിയ വീട്. അതിൽ വാടകക്കാരും താമസിച്ചിരുന്നു. മൻവേന്ദ്രയും കുട്ടികളും അവിടെ തന്നെയാണ്. സഹോദരനും അവിടെ തന്നെ താമസിച്ചു. 3-ാം നിലയിലായിരുന്നു മൻവേന്ദ്ര തന്റെ മക്കളോടൊപ്പം താമസിച്ചത്. 2-ാം നിലയിൽ വാടകക്കാർ, 1-ാം നിലയിൽ മൻവേന്ദ്രയുടെ സഹോദരനും ഭാര്യയും 2 മക്കളും താമസിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോർ സാധാരണയായി ഒഴിഞ്ഞ നിലയിലായിരുന്നു. സമയവും ദിവസവും ഇങ്ങനെ കടന്നുപോയി. 2026 ഫെബ്രുവരി മാസം 21 അന്ന് മൻവേന്ദ്രയുടെ സഹോദരൻ എന്തോ ജോലി ആവശ്യത്തിനായി ഗ്രാമത്തിലേക്ക് പോയി. ഫെബ്രുവരി മാസം 21 തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ മൻവേന്ദ്രയുടെ 19 വയസ്സുള്ള മകനായ അക്ഷത് പ്രതാപിനോട് അദ്ദേഹം ചോദിച്ചു, നിന്റെ അച്ഛൻ എവിടെയെന്ന്. അതിനവൻ പറഞ്ഞത്, ഫെബ്രുവരി മാസം 20 രാവിലെ 6 മണിയോടുകൂടി അച്ഛൻ ഡൽഹിയിലേക്ക് പോയി. 21 ഉച്ചയോടുകൂടി തിരികെ വരുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇങ്ങനെയായിരുന്നു അക്ഷത് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു വിചിത്ര കാര്യമുണ്ടായി. മൻവേന്ദ്രയുടെ സഹോദരന് ഇതൊരു സംശയത്തിന് കാരണമായി. കാരണം മൻവേന്ദ്രയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അയാൾക്ക് 3 ഫോണുകൾ ഉണ്ടായിരുന്നു. അതിൽ 3 വ്യത്യസ്ത നമ്പരും ഉണ്ടായിരുന്നു. എന്നാൽ ആ 3 നമ്പറുകളും ഒരേ സമയം സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇത് അദ്ദേഹത്തിന് വളരെ അസാധാരണമായി തോന്നി. ഫെബ്രുവരി മാസം 21 ഉച്ച കഴിഞ്ഞു. പക്ഷെ അപ്പോഴും മൻവേന്ദ്ര സിംഗ് വന്നിട്ടില്ല. ഇപ്പോൾ സഹോദരൻ വീണ്ടും ചെന്ന് അക്ഷത്തിനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത്, ഇല്ല, അച്ഛൻ ഇപ്പോഴും വന്നിട്ടില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്ന്. അതിനാൽ 21 മുതൽ തന്നെ അവർ മൻവേന്ദ്രയെ തിരയാൻ തുടങ്ങി. അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനല്ലേ. അതിനാൽ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടാകാം, പണം സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാകാം എന്നൊക്കെ സംശയിച്ചു. 21 കോൺടാക്ട് ചെയ്യാൻ സാധിക്കാത്തതും തിരികെ വരാത്തതും കാരണം 22 മൻവേന്ദ്രയുടെ മകൻ അക്ഷതും അദ്ദേഹത്തിന്റെ സഹോദരനും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവിടെ മൻവേന്ദ്രയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി നൽകി. പോലീസ് അവരുടേതായ രീതിയിൽ അന്വേഷണം ആരംഭിച്ചു. പക്ഷേ ഈ മൻവേന്ദ്രയുടെ കുടുംബത്തിനും അയൽക്കാരായ സുഹൃത്തുക്കൾക്കും പോലീസ് ശരിയായ അന്വേഷണം നടത്തുന്നില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതിനിടെ അക്ഷത് അവരുടെ സൊസൈറ്റിയിലെ ആളുകളെ ഉൾപ്പെടുത്തി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. മൻവേന്ദ്രയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവിടെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അത് എല്ലാവർക്കും വിവരങ്ങൾ ലഭിക്കാൻ സഹായിച്ചു. എന്നാൽ ഫെബ്രുവരി മാസം 22 യാതൊരു വിവരവും ലഭിച്ചില്ല. അതിനാൽ 23 മൻവേന്ദ്രയുടെ അയൽക്കാരും സുഹൃത്തുക്കളും ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ചിലർ അവരുടെ വ്യക്തിഗത ബന്ധങ്ങളും അവിടെ ഉപയോഗിച്ചു. കാരണം ഇപ്പോൾ ഈ ഒരു കേസ് വലുതാവുകയായിരുന്നു. ഒരു സമ്പന്നനായ ബിസിനസ്സുകാരൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. പോലീസ് പിന്നീട് സജീവമായ അന്വേഷണം ശക്തമാക്കി. ആദ്യം മൻവേന്ദ്രയുടെ മൊബൈൽ കോൺടാക്റ്റുകളും ലൊക്കേഷൻ ഡാറ്റയും എല്ലാം പരിശോധിച്ചു. അതിൽ നിന്നും ലഭിച്ച അദ്ദേഹത്തിന്റെ അവസാന ലൊക്കേഷൻ അറോസ ഭറോസ എന്ന സ്ഥലത്താണ് കാണിച്ചത്. അതായത് ഇവരുടെ വീട്ടിൽ നിന്നും ഏകദേശം 22-23 കിലോമീറ്റർ അകലെയായിരുന്നു ആ ഒരു പ്രദേശം. ഇതിനു പുറമെ അവരുടെ വീടിന്റെ സൈഡിൽ ഒരു CCTV ക്യാമറ സ്ഥാപിച്ചിരുന്നു. അതിലെ ചില ഫുട്ടേജുകൾ പരിശോധിച്ചു. ആ ഫുട്ടേജുകളിൽ കണ്ടത് മൻവേന്ദ്ര ഫെബ്രുവരി മാസം 19-20 ഇടയിൽ രാത്രി ഏകദേശം 1:30
ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാർ അവിടെ പാർക്ക് ചെയ്യുന്നതും പിന്നീട് അദ്ദേഹം വീടിനുള്ളിലേക്ക് കടക്കുന്നതും വ്യക്തമായി കാണാം. എന്നാൽ അതിനുശേഷം രാവിലെ അക്ഷത് പറഞ്ഞതുപോലെ അദ്ദേഹം വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയതിന് യാതൊരു തെളിവും ലഭിച്ചില്ല. എങ്കിലും പലരും, പോലീസും ഉൾപ്പെടെ, ആദ്യം അതിനെ ഒരു ഒഴിവാക്കാവുന്ന കാര്യമായി കണ്ടു. കാരണം മൻവേന്ദ്രയുടെ വീടിന്റെ മുൻഭാഗം അങ്ങനെയായിരുന്നു. ആരെങ്കിലും വീട്ടിൽ പ്രവേശിച്ചാലോ പുറത്തേക്ക് പോയാലോ അത് നേരിട്ട് CCTV ക്യാമറയിൽ കാണണമെന്നില്ല. മൻവേന്ദ്രയ്ക്ക് 2 ആൺമക്കളും ഒരു മകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മകൻ സർക്കാർ ജോലിയിലായിരുന്നു, പിന്നെയുള്ളത് അക്ഷത്. കൂടാതെ ഒരു മകളും ഉണ്ടായിരുന്നു. എന്നാൽ അച്ഛൻ കാണാതായതിനെ തുടർന്ന് ആ മകൾ വളരെ വലിയൊരു മാനസിക ആഘാതത്തിലായി. അവൾ വല്ലാതെ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ പോലീസ് അക്ഷതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കാരണം ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് അവൻ മാത്രമായിരുന്നു. അക്ഷത് പോലീസ് നൽകിയ മൊഴി ആദ്യം കേൾക്കുമ്പോൾ വളരെ വ്യക്തമായതുപോലെ തോന്നി. തുടർന്ന് പോലീസ് മൻവേന്ദ്രയുടെ അവസാന ലൊക്കേഷനായ അറോസ ഭറോസ എന്ന സ്ഥലത്തേക്ക് പോയി. എന്നാൽ അവിടെയും മൻവേന്ദ്രയുടെ ഫോൺ കണ്ടെത്താനായില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള യാതൊരു സൂചനയും തെളിവുകളും ഒന്നും ലഭിച്ചില്ല. പോലീസ് പല കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം അക്ഷതിനോട് വീണ്ടും ചോദിച്ചു, ആരുമായെങ്കിലും പണം സംബന്ധമായ പ്രശ്നമുണ്ടോ, പഴയ വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ അക്ഷത് ഇതൊന്നും ഇല്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ പോലീസ് അക്ഷതിന്റെ മൊഴിയെടുക്കുന്നതിനിടെ എങ്ങനെയോ അവർക്ക് അക്ഷതിന്മേൽ ഒരു സംശയം തോന്നാൻ തുടങ്ങി. അതിനാൽ പോലീസ് അവനെ വീണ്ടും ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ അക്ഷതിന്റെ മൊഴികൾ ക്രമേണ മാറി തുടങ്ങി. അതേസമയം അവന്റെ മുഖഭാവങ്ങളിൽ നിന്നും ഒന്നും വ്യക്തമാകുന്നില്ലായിരുന്നു. അവനിൽ യാതൊരു ഭയവും ഇല്ലായിരുന്നു. വളരെ സാധാരണമായി തന്നെ അവൻ പെരുമാറുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് തന്നെയാണ് പോലീസിന്റെ സംശയം കൂടുതൽ ശക്തമാക്കിയത്. അതുകൊണ്ട് പോലീസ് അക്ഷതിന്റെ മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ചു. അവന്റെ അച്ഛൻ കാണാതായ അതേ ദിവസത്തെ ലൊക്കേഷൻ. അപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടെത്തിയത്. അക്ഷതിന്റെ അവസാന ലൊക്കേഷനും മൻവേന്ദ്രയുടെ അവസാന ലൊക്കേഷനും ഒരേ സ്ഥലത്താണ് കാണിച്ചത്. ഇതിനിടെ അക്ഷത്തിന് വല്ലാത്ത ഭയം തോന്നാൻ തുടങ്ങി. അവൻ കരുതിയതുപോലെ ഇക്കാര്യങ്ങളൊന്നും എളുപ്പത്തിൽ മറഞ്ഞു പോകില്ല എന്നവന് മനസ്സിലായി. പോലീസ് CCTV ഫുട്ടേജുകളും ലൈവ് ലൊക്കേഷനുകളും പരിശോധിക്കുകയാണ്. അധിക സമയമെടുത്താൽ സത്യം പുറത്തു വരുമെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് കുറച്ച് സമയത്തിനകം തന്നെ അവൻ തന്റെ അങ്കിളിനെ വിളിച്ചു. അതായത് മൻവേന്ദ്രയുടെ ഒരു ബിസിനസ് പാർട്ട്ണർ ആയിരുന്ന ഒരു അങ്കിളിനെ. അയാളോട് അക്ഷത് പറഞ്ഞു, എനിക്ക് ഭയമാണ്, പക്ഷെ ഞാൻ സത്യം പറയണം. എൻ്റെ അച്ഛൻ സ്വയം ജീവൻ അവസാനിപ്പിച്ചതാണ്, ആത്മഹത്യ ചെയ്തതാണ് എന്ന്. പക്ഷെ ഇക്കാര്യം ആരും വിശ്വസിച്ചില്ല. മൻവേന്ദ്രയ്ക്ക് അയൽപ്പക്കത്ത് സുഹൃത്തുക്കൾ വളരെ കൂടുതലായിരുന്നു. അവർക്കെല്ലാവർക്കും അദ്ദേഹത്തെ നന്നായി തന്നെ അറിയാമായിരുന്നു. അവരുടെ അഭിപ്രായത്തിൽ മൻവേന്ദ്ര ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്ന ഒരാളെ അല്ല. അക്ഷതിന്റെ അടുത്തേക്ക് ഈ അങ്കിൾ എത്തിയപ്പോൾ തന്നെ അവന്റെ ഭ്രമവും ആശയക്കുഴപ്പവും എല്ലാം വ്യക്തമായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അക്ഷതിന് ഈ സംഭവത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നൊരു സംശയം കൂടുതൽ ശക്തമായി. അതിനുശേഷം പോലീസ് അക്ഷതിനെ കൂടുതൽ കർശനമായി ചോദ്യം ചെയ്തു. ഒടുവിൽ അക്ഷത് തന്നെ സമ്മതിച്ചു, നടന്നതെല്ലാം തൻ്റെ കൈകൊണ്ടാണ് ചെയ്തത് എന്ന്. ഇതോടെ കാര്യങ്ങളെല്ലാം പോലീസിന് വ്യക്തമായി. അക്ഷതിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വിശദമായ ചോദ്യം ചെയ്യൽ തുടർന്നു. അടുത്ത ഫെബ്രുവരി മാസം 24 രാവിലെ വീണ്ടും പോലീസ് അക്ഷതിന്റെ വീട്ടിലെത്തി. അവനെ മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൻ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് വിശദമായി പറഞ്ഞു. എന്നാൽ ഈ കഥ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 4 വർഷം പിന്നോട്ട് പോകേണ്ടി വരും. 2022 അക്ഷത് വീട്ടിൽ നിന്നും ഒരു ദിവസം ഒളിച്ചോടി. കാരണം അവന്റെ അച്ഛൻ തുടർച്ചയായി അവനെ MBBS പഠിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു. നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറാകാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ അക്ഷത് അങ്ങനെ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അവന് പഠിച്ചൊരു ഡോക്ടർ ആകണം എന്നൊന്നും താല്പര്യമില്ല. പകരം അച്ഛന്റെ ബിസിനസ്സിൽ തന്നെ സഹായിക്കാനായിരുന്നു അവന്റെ ആഗ്രഹം. കൂടാതെ അവന്റെ മനസ്സിൽ പല ബിസിനസ് ഐഡിയകൾ ഉണ്ടായിരുന്നു. അവൻ അച്ഛനോട് പറഞ്ഞിരുന്നു, ഒരു പാത്തോളജി ലാബ് നമുക്ക് അങ്ങ് അടച്ചു പൂട്ടാം, അതിന് പകരം നമുക്കൊരു റെസ്റ്റോറൻറ്റ് തുറക്കാം, അത് നന്നായി നടക്കും. ഒന്ന് ചിന്തിച്ചു നോക്കുക, 2026 അക്ഷതിന് 19 വയസ്സാണ്. അപ്പോൾ 4 വർഷം മുൻപ് അവന്റെ പ്രായം എത്രയായിരിക്കും? അത്ര ചെറുപ്പത്തിൽ തന്നെ അക്ഷത് 6 പേജുള്ള ഒരു കത്ത് എഴുതി വെച്ചിട്ട് വീട്ടിൽ നിന്നും പോയി. ആ കത്തിൽ അക്ഷത് തൻ്റെ അച്ഛനോടെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. താൻ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒരു ബിസിനസ് മോഡൽ പോലും തയ്യാറാക്കി അവിടെ എഴുതി വെച്ചിരുന്നു. അതിനുശേഷം അവൻ വീട്ടിൽ നിന്നും ഒളിച്ചോടി കാൺപൂരിലേക്ക് പോയി. ആ സമയത്ത് മൻവേന്ദ്ര വല്ലാത്ത ആശയക്കുഴപ്പത്തിലായി. അക്ഷതിന്റെ ഒരു സുഹൃത്തിനെ അദ്ദേഹം വിളിച്ചു ചോദിച്ചു. ആ സുഹൃത്ത് ആദ്യം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൻ പറയുന്ന രീതിയിൽ നിന്നും മൻവേന്ദ്രയ്ക്ക് തോന്നി അക്ഷത് എവിടെയാണെന്ന് തീർച്ചയായും ഇവൻ അറിയാമെന്ന്. അതോടെ മൻവേന്ദ്ര അവനൊരു മുന്നറിയിപ്പ് നൽകി. ഇതൊരു പോലീസ് കേസ് ആവുകയാണെങ്കിൽ നിന്നെയും ചോദ്യം ചെയ്യും, നിനക്കും പ്രശ്നമുണ്ടാകും. ഇതോടെ ഭയന്നുപോയ സുഹൃത്ത് സത്യം പറഞ്ഞു, അക്ഷത് കാൺപൂരിലാണെന്ന്.
അതിനുശേഷം അതേ സുഹൃത്തിനോട് അക്ഷതിനെ ഫോൺ വിളിച്ച് ഒരു കാര്യം പറയാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരാനുണ്ട് എന്ന കാരണം പറഞ്ഞ് അവനെ വിളിക്കാനായി. സുഹൃത്തും അവനെ വിളിച്ചു. അക്ഷത് അതേസമയം നല്ല ജാഗ്രതയോടുകൂടി പെരുമാറി. അവന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു. സുഹൃത്തിനെ കാണാൻ വരുമ്പോൾ പോലും അവൻ ഒരു വീഡിയോ കോളിലൂടെ പരിശോധിച്ചു കാറിൽ മറ്റാരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്ന്. പക്ഷെ മൻവേന്ദ്രയും അയാളുടെ സുഹൃത്തുക്കളും മറ്റൊരു കാറിലെത്തിയിരുന്നു. അങ്ങനെ അവർ അക്ഷത്തിനെ കണ്ടുമുട്ടി. അവനെ പിടിച്ച് വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് മൻവേന്ദ്രയുടെ സുഹൃത്തുക്കൾ മൻവേന്ദ്രയെ തന്നെ ഉപദേശിച്ചു, മകനിൽ ഇനി ഇത്രത്തോളം ഒന്നും സമ്മർദ്ദം ചെലുത്തരുത്, അങ്ങനെ സംഭവിച്ചാൽ അവൻ ഇനിയും വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമെന്ന്. ഇങ്ങനെ സമയം കടന്നുപോയി. ഏകദേശം 1 മാസം മുൻപ് അക്ഷതും കുടുംബവും വൈഷ്ണവമാതാ ക്ഷേത്രത്തിലേക്ക് യാത്ര പോയിരുന്നു. എന്നാൽ ആ സമയത്ത് അവരുടെ വീട്ടിൽ നിന്നും ചില ആഭരണങ്ങൾ കാണാതായി. ആദ്യം അവർക്ക് തോന്നിയത് വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീയാകാം എടുത്തത് എന്ന്. അതിനാൽ പോലീസിൽ പരാതി നൽകി. അവളെ ചോദ്യം ചെയ്തു. പക്ഷെ കുറച്ച് ദിവസത്തിന് ശേഷം മനസ്സിലായി അതൊക്കെ അക്ഷത് തന്നെയാണ് എടുത്തത് എന്ന്. കാരണം കുറച്ച് ദിവസങ്ങൾക്കകം ആ ആഭരണങ്ങൾ അവരുടെ വീട്ടിൽ തന്നെ കണ്ടെത്തി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സംഭവങ്ങൾ കൂടുതൽ ഭീകരമായ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങി. 2026 ഫെബ്രുവരി മാസം 19-നും 20-നും ഇടയിലെ രാത്രി 1:30 മൻവേന്ദ്ര വീട്ടിലെത്തിയതിന് പിന്നാലെ അച്ഛനും മകനും തമ്മിൽ കടുത്ത തർക്കമുണ്ടായി. അക്ഷത് പിന്നീട് പോലീസിനോട് പറഞ്ഞ മൊഴി പ്രകാരം ആ സമയത്ത് അച്ഛൻ തന്റെ ലൈസൻസ് ഉള്ള റൈഫിൾ എടുത്തിരുന്നു. അക്ഷതിനെ ഭയപ്പെടുത്താനായിരിക്കാം അതെടുത്തത്. തർക്കത്തിന്റെ വിഷയം അതേ കാര്യമായിരുന്നു, അക്ഷത് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറാകണമെന്നത്. അന്ന് അക്ഷത് BBA പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ തർക്കം ക്രമേണ വളരെ ശക്തമായി. അച്ഛൻ അക്ഷതിനെ ഒന്നും ചെയ്തില്ല. പക്ഷെ അപ്രതീക്ഷിതമായി അതേ റൈഫിൾ ഉപയോഗിച്ച് അക്ഷത് സ്വന്തം അച്ഛനെ വെടിവെച്ചു. വെടിയേറ്റ മൻവേന്ദ്ര സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആ സമയത്ത് വീട്ടിൽ അക്ഷതിന്റെ ചെറിയ സഹോദരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ തന്റെ മുറിയിലായിരുന്നു. വെടിയൊച്ച കേട്ടവൾ പുറത്തേക്ക് വന്നപ്പോൾ കണ്ടത് അച്ഛൻ മരിച്ചു കിടക്കുന്നു. ഇതിനകം അമ്മയെ നഷ്ടപ്പെട്ടിരുന്ന ആ പെൺകുട്ടിക്ക് ഇത് വലിയ ആഘാതമായിരുന്നു. ഇപ്പോൾ അച്ഛനും ഇല്ലാതായി. പോരാത്തതിന് അക്ഷത് അവളെ ഭീഷണിപ്പെടുത്തി, ഇതാരോടെങ്കിലും പറഞ്ഞാൽ നിന്നെയും കൊല്ലുമെന്ന്. ഈ ഭീഷണി അവളെ വല്ലാതെ ഭയപ്പെടുത്തുകയും മാനസിക ആഘാതത്തിലാക്കുകയും ചെയ്തു. ഇതിനിടെ അക്ഷത് വീണ്ടും അവളോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഞാനൊരു പിസ്സ ഓർഡർ ചെയ്ത് തരാമെന്ന്. പക്ഷെ അവൾക്ക് വേണ്ടിയിരുന്നത് പിസ്സ അല്ലായിരുന്നു. അവൾ ആഴത്തിലുള്ള ട്രോമയിലായിരുന്നു. അവൾ തന്റെ മുറിയുടെ വാതിലടച്ച് അകത്തേക്ക് കയറി. അതിനുശേഷം അക്ഷത് ശാന്തമായി തന്റെ അച്ഛന്റെ മൃതദേഹം ഒരു മാട്രസിന് മുകളിൽ വെച്ചു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അവൻ ആ മൃതദേഹം പടികൾ വഴി താഴേക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൊണ്ടുവന്നു. അവിടെയുള്ള ഗസ്റ്റ് റൂമിൽ മൃതദേഹം വച്ചിട്ട് വാതിൽ അടച്ചു പൂട്ടി. അടുത്ത ദിവസം നേരം വെളുക്കുന്നത് വരെയും അവൻ കാത്തിരുന്നു. അടുത്ത ദിവസം രാവിലെ അവൻ മാർക്കറ്റിലേക്ക് പോയി. അവിടെ നിന്നും നീല നിറത്തിലുള്ള ഒരു വലിയ ഡ്രമ്മും ഒരു വലിയ അരിവാളും വാങ്ങി. അതേ ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ച് തന്നെ തന്റെ അച്ഛന്റെ മൃതദേഹം അവൻ കഷ്ണങ്ങളാക്കി. തലയും കൈകളും അവൻ വേർതിരിച്ച് തന്റെ കാറിൽ കൊണ്ടുപോയി. പിന്നീട് അറോസ ഭരോസ എന്ന സ്ഥലത്ത് അവയെ കളഞ്ഞു. മൻവേന്ദ്രയുടെ എല്ലാ മൊബൈൽ ഫോണുകളും അവിടെ കൊണ്ടുപോയി ഓഫ് ചെയ്ത് അവയും എറിഞ്ഞു കളഞ്ഞു. അതോടൊപ്പം അക്ഷത് ഒരു 18-19 ലിറ്റർ ആസിഡും കൊണ്ടുവന്നിരുന്നു. അതും മൃതദേഹത്തിന്മേൽ ഒഴിച്ച് ശരീരം മുഴുവനും നശിപ്പിക്കാനായിരുന്നു അവന്റെ പദ്ധതി. ആരും അത് കണ്ടെത്താതിരിക്കാനായി. പക്ഷെ പിന്നീട് അവന് മനസ്സിലായി സംഭവം വളരെ വലുതായി മാറുകയാണ്. കാര്യങ്ങൾ നിയന്ത്രണത്തിന് പുറത്തേക്ക് പോവുകയാണ്. അധിക സമയം കഴിഞ്ഞാൽ പോലീസ് തന്നെ കണ്ടെത്തുമെന്നുള്ളൊരു ഭയം അവനിൽ വളരാൻ തുടങ്ങി. അവസാനം ഭയത്തിന്റെ കാരണം കൊണ്ട് അക്ഷത് എല്ലാം സമ്മതിച്ചു. എന്നാൽ അയൽവാസികളും ഈ സംഭവം കേട്ടവരുമെല്ലാം ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ചുള്ള സംശയത്തിലാണ്. മൻവേന്ദ്രയുടെ മകൾ വീട്ടിൽ അവൾ സഹോദരനെ ഭയന്നിരിക്കാം എന്നെല്ലാവർക്കും തോന്നി. പക്ഷെ ഇതെല്ലാം സംഭവിച്ചിട്ടും ഫെബ്രുവരി മാസം 23-ാം തീയതി അവൾ ഒരു പരീക്ഷ എഴുതാൻ പോയിരുന്നു. അന്ന് അവൾ സ്കൂളിൽ പോയിരുന്നു. അതിനു മുൻപത്തെ രാത്രിയിൽ അവൾ പഠിക്കാനായി അയൽവാസിയുടെ വീട്ടിലും പോയിരുന്നു. അവിടെ അവളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും ഉണ്ടായിരുന്നു. പക്ഷെ അതിശയകരമായ കാര്യം എന്തെന്നാൽ അവിടെ പോലും അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല, അടുത്ത സുഹൃത്തിനോട് പോലും. എന്തുകൊണ്ട് അവൾ അന്നൊന്നും മിണ്ടിയില്ല എന്ന് ഇന്നും ആർക്കും വ്യക്തമായി മനസ്സിലായിട്ടില്ല. പലരുടെയും അഭിപ്രായം എന്തെന്നാൽ ഇപ്പോൾ അവളുടെ കുടുംബത്തിന് അവൾക്ക് ബാക്കിയുണ്ടായിരുന്നത് സഹോദരൻ മാത്രമാണ്. അതിനാൽ കാര്യങ്ങൾ ഇതിലും ഭീകരമായി മാറാൻ അവൾ ആഗ്രഹിച്ചില്ലായിരിക്കും. അല്ലെങ്കിൽ അവൾ വളരെ ഭയന്നിരുന്നതിനാലാകാം ഒന്നും പറയാൻ കഴിയാതിരുന്നത്. മിണ്ടിയില്ല എന്നുള്ളത് അവൾക്ക് മാത്രമേ അറിയൂ. ഇതാണ് കഴിഞ്ഞ മാസം ലക്നൌവിലെ നടുക്കിയ ഒരു ഭീകരമായ സംഭവം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അച്ഛൻ മകനോട് ചെലുത്തിയ അതിയായ സമ്മർദ്ദം തന്നെയാണോ ഈ സംഭവത്തിന് കാരണമായത്? അല്ലെങ്കിൽ മകന്റെ മനസ്സിൽ ഇപ്പോഴും പുറത്തു വരാത്ത മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയാം. ഈ ഒരു സംഭവത്തിലൂടെ എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു അഭിപ്രായം പറയാം. സാധാരണയായി മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികൾക്ക് ഇത് നല്ലതാണ് എന്ന് കരുതി സമ്മർദ്ദം ചെലുത്താറുണ്ട്.
പക്ഷെ ഓരോ കുട്ടിക്കും സ്വന്തം താല്പര്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകും. സമ്മർദ്ദം ചെലുത്തുന്നതിനോടൊപ്പം തന്നെ അവരുടെ സ്വപ്നങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതും അത്യാവശ്യമാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. മക്കളുമായി പരസ്പരം തുറന്ന് സംസാരിക്കണം. സംഭാഷണം ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വലുതാകും. കുടുംബത്തിൽ തുറന്ന ഒരു സംഭാഷണം ഇല്ലെങ്കിൽ ചെറിയ തർക്കങ്ങൾ പോലും വലിയ ദുരന്തമായി മാറും. കാരണം പരസ്പരം അറിയില്ല അവൻ എന്ത് ചെയ്യുന്നു, അവൾക്ക് എന്താണ് ആഗ്രഹം, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്തത്. ഇതൊന്നും അറിയാത്ത പക്ഷം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ടാണ് ചെറിയ ദേഷ്യത്തിൽ പോലും വലിയ ക്രൂരമായ തീരുമാനങ്ങൾ ചെറിയ ചെറിയ കുട്ടികൾ പോലും എടുക്കുന്നത്. ഈ ദേഷ്യത്തിലെടുക്കുന്ന തീരുമാനം ജീവിതം തന്നെ നശിപ്പിക്കും. ആ ഒരു നിമിഷത്തെ ദേഷ്യവും നിയന്ത്രണം നഷ്ടപ്പെടുന്നതും ഒരാളുടെ ജീവിതവും കുടുംബവും മുഴുവനായും തകർക്കാൻ കാരണമാകും. അതുപോലെ തന്നെയാണ് ഭയം. അതും ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഭയം എപ്പോഴും സത്യം മറച്ചു വയ്ക്കും. അക്ഷത്തിന്റെ സഹോദരി ചെയ്തത് അതാണ്. ചിലപ്പോൾ ഭയവും ട്രോമയും കാരണം ആളുകൾക്ക് സത്യം പറയാൻ പോലും കഴിയാതെ പോകും. പക്ഷെ അത് തെറ്റ് ചെയ്യുന്നവന് കിട്ടുന്ന ഒരു റിവാർഡ് പോലെയാകും. തെറ്റ് ആര് ചെയ്താലും അത് നമ്മൾ തുറന്നു പറയേണ്ടത് അത്യാവശ്യമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പുറത്തേക്ക് കൊണ്ടുവരണം. അതിപ്പോൾ സഹോദരൻ ചെയ്തതായാലും മാതാപിതാക്കൾ ചെയ്തതായാലും എത്ര അടുത്തുള്ള ബന്ധു ചെയ്തതായാലും. അവസാനമായി ഈ സമ്മർദ്ദം, ദേഷ്യം, തെറ്റായ തീരുമാനങ്ങൾ, ഈ 3 കാര്യങ്ങളും ചേർന്നാൽ ജീവിതം തന്നെ ദുരന്തമായി മാറും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഒരു ലൈക്ക് ചെയ്യാം. നമ്മുടെ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ അത് സഹായിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.